എല്ലാ കൂട്ടുകാർക്കും ബിബ്ലിറ്റ് അക്കാഡമിയുടെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മള് ഫിസിക്സില് ഒപ്റ്റിക്സ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഒപ്റ്റിക്സ് നമ്മൾ വിശദമായിട്ട് പഠിച്ചു. ഇനിയിപ്പോ നമുക്ക് അതിനകത്തുനിന്ന് പഠിക്കാനുള്ളത് പ്രകാശത്തിന്റെ പ്രതിഭാസങ്ങളാണ്, ലൈറ്റിന്റെ ഫിലോമിനകളാണ് പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ആക്കുക. ഓക്കെ, നമുക്ക് പ്രകാശത്തിന്റെ പ്രതിഭാസങ്ങൾ, PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ലൈറ്റിന്റെ പോർഷനിൽ നിന്ന് ചോദിക്കുന്ന പ്രകാശത്തിന്റെ പ്രതിഭാസങ്ങൾ, അവയുടെ ഡെഫിനിഷനേക്കാൾ കൂടുതലായി നമ്മൾ ഓർത്തിരിക്കേണ്ടത് അവയുടെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അവയുടെ ഉദാഹരണങ്ങളാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്: പ്രതിഫലനം അഥവാ റിഫ്ലക്ഷൻ, അപവർത്തനം റിഫ്രാക്ഷൻ, പൂർണ്ണാന്തരിക പ്രതിഫലനം അഥവാ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, വിസരണം സ്കാറ്ററിംഗ്, പ്രകീർണനം അഥവാ ഡിസ്പേർഷൻ, വിഭംഗനം അഥവാ ഡിഫ്രാക്ഷൻ, വ്യതികരണം. പരീക്ഷകളിൽ പൊതുവെ വ്യതികരണവും വിഭംഗനവും പ്രകാശ വൈദ്യുത പ്രഭാവം അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. അവയുടെ ഇംഗ്ലീഷ് ടേം ആണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ സയന്റിഫിക് ടേം ആണ് ചോദിച്ചിട്ടുള്ളത്. അതിങ്ങനെയാണ്: ഡിഫ്രാക്ഷൻ, ഇന്റർഫറൻസ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തത് പഠിക്കാം. എന്താണ് പ്രതിഫലനം? മിനുസമുള്ള ഒരു പ്രതലത്തിൽ, എന്താ പറഞ്ഞത്? മിനുസമുള്ള ഒരു പ്രതലത്തിൽ എന്ത് ചെയ്യുന്നു? പ്രകാശരശ്മി തട്ടി എന്ത് ചെയ്യുന്നു? തിരിച്ചു പോകുന്നു. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുക? പ്രതിഫലനം അഥവാ റിഫ്ലക്ഷൻ എന്ന് വിളിക്കുക. കേട്ടോ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? കൊച്ചു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻസിപ്പിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ? മിനുസമുള്ള ഒരു പ്രതലം. ഇപ്പൊ ഉദാഹരണം കണ്ണാടി മിനുസമുള്ള പ്രതലമല്ലേ? അവിടെ വന്നിട്ട് ലൈറ്റ് തട്ടി തിരിച്ചു പോരുന്നു അല്ലെ? നമുക്ക് കാഴ്ച സാധ്യമാകുന്നത് എങ്ങനെയാണ്? പ്രകാശം ഒരു വസ്തുവിൽ തട്ടി പ്രതിഫലിച്ച് നമ്മുടെ കണ്ണിൽ വരുമ്പോഴാണ്, അല്ലെങ്കിൽ കണ്ണിലെ റെറ്റിനയിൽ പതിക്കുമ്പോഴാണ് നമ്മൾ ഒരു വസ്തുവിനെ കാണുന്നത് അല്ലെ? അപ്പോൾ എന്താ പറയാ, മിനുസമുള്ള വസ്തുക്കളിൽ തട്ടി പ്രകാശരശ്മി വന്ന അവിടേക്ക് തന്നെ തിരിച്ചു പോകുന്ന ആ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രതിഫലനം എന്ന്. അപ്പൊ പ്രതിഫലനം എന്ന് പറയുന്നത് ലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് റേ ഒരു മിനുസമായ സർഫസിൽ തട്ടി എന്ത് ചെയ്യുന്നു? തിരിച്ചു പോകുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രതിഫലനം. ഓക്കെ, ഇവിടെ ഉണ്ട്, നേരത്തെ വരച്ചിരുന്നു. ഓക്കെ, ഇതിന്റെ ആപ്ലിക്കേഷൻ എന്താ? കണ്ണാടിയിൽ, മിററിൽ എന്ത് രൂപപ്പെടുന്നത്? പ്രതിബിംബം രൂപപ്പെടുന്നത്. കണ്ണാടിയിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് ലൈറ്റിന്റെ ഏത് പ്രതിഭാസം മൂലമാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? പ്രതിഫലനം അഥവാ റിഫ്ലക്ഷൻ. ഓക്കെ, പ്രതിഫലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ തെറ്റിക്കരുത്, സ്നെല്ലാണ്. ആരാണ്? സ്നെല്ല് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് എന്ത് ആവിഷ്കരിച്ചത്? പ്രതിഫലന നിയമങ്ങളും അതുപോലെ അപവർത്തന നിയമങ്ങളും ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ആരെന്ന് പറയുന്നത്? സ്നെല്ല്. അപ്പൊ രണ്ടാമത്തെ കാര്യം നോക്കാം. എന്താണ്? അപവർത്തനം. അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻ എന്താണെന്നാ പറഞ്ഞത്? മിററിൽ എന്ത് ഫോം ചെയ്യുന്നു? ഇമേജ് ഫോം ചെയ്യുന്നു. കണ്ണാടിയിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് പ്രതിഫലനം മൂലമാണ് എന്ന് പറഞ്ഞു അല്ലെ? പിന്നെ അടുത്തയിലേക്ക് പോകുന്നു. അപവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ അപവർത്തനം എന്ന് പറയുന്നത്, നോക്കിക്കൊള്ളുക. ഇത് നേരത്തെ മിനുസമുള്ള സർഫസ് എന്നാ പറഞ്ഞത്. ഇപ്പോൾ അത് മാറ്റുകയാണേ. പ്രകാശം സാന്ദ്രത വ്യത്യാസമുള്ള രണ്ട് മാധ്യമങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. നമ്മൾ പറഞ്ഞിരുന്നു പ്രകാശത്തിന് വിവിധ മാധ്യമങ്ങളിൽ വിവിധ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. അത് കണ്ടെത്തിയത് ലിയോൺ ഫുക്കോൾട്ട് ആണ്. പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യത അഥവാ വാക്വത്തിലാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. കട്ടി കൂടുന്തോറും പ്രകാശത്തിന് സഞ്ചരിക്കാനുള്ള വേഗത കുറഞ്ഞു വരും. ഓക്കെ, അപ്പൊ നോക്കിക്കേ, അതിനെയാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. കണ്ടോ, ഇതൊരു മാധ്യമമാണ്, ഇത് എയർ എന്ന് നിങ്ങൾ വിചാരിക്കുക. വായു, വാക്വം അല്ല, എയർ എന്നൊരു മീഡിയം അവിടെ ഉണ്ട്, വായു. ഇത് വാട്ടർ, ഇത് ജലമാണെന്ന് വിചാരിക്കുക. അതിനെയാണ് ഞാൻ, ആ സെപ്പറേഷനെയാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്? ഒരു വര വരച്ച് കാണിച്ചിരിക്കുന്നത്. ഒരു ലൈറ്റ് റേ വരികയാണ്, വന്നു, എയറിലൂടെ വന്നു,
ആ സർഫസിലെത്തി ഇതേ വാട്ടറിലേക്ക് കടന്നു. എന്ത് സംഭവിച്ചു? ലൈറ്റ് റേ ഒന്ന് ബെൻഡ് ചെയ്തു. ദാ ഇങ്ങനെ ഡെൻസിറ്റി വ്യത്യാസമുള്ള രണ്ട് മാധ്യമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രകാശരശ്മിക്കുണ്ടാകുന്ന ഡീവിയേഷനെ അല്ലെങ്കിൽ ബെൻഡിനെ, വളവിനെ, അങ്ങനെ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അപവർത്തനം. എന്തെന്ന് വിളിക്കും? അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ നിയമങ്ങൾ ആവിഷ്കരിച്ചതും ആര് തന്നെയാണ്? സ്നെല്ല് തന്നെയാണ്. കിട്ടി. ഇപ്പോ ലൈറ്റ് വ്യത്യസ്ത മാധ്യമങ്ങളിൽ എങ്ങനെ ഡെൻസിറ്റി വ്യത്യാസപ്പെട്ട രണ്ട് മാധ്യമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ലൈറ്റ് റേയുടെ പാത്തിന് ഡീവിയേഷൻ സംഭവിക്കുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത്? അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഉദാഹരണം എന്തൊക്കെയാണെന്ന് നോക്കിക്കോണം. മരുഭൂമിയിൽ ജലമില്ലാത്തടത്ത് ജലമുണ്ടെന്ന് തോന്നുന്നു, മരീചിക. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നല്ല വെയിലുള്ള സമയത്ത് റോഡിലൂടെ പോകുമ്പോൾ വെള്ളം ഇളകുന്നതായിട്ട് തോന്നും, അതൊക്കെയാണ് മരീചിക എന്ന് പറയുന്നത്. മരീചികയ്ക്ക് കാരണം അപവർത്തനമാണ്. ജലത്തിൽ ആഴ്ത്തി വെച്ചിരിക്കുന്ന പെൻസിൽ വളഞ്ഞതായി തോന്നുന്നത്, ജലത്തിലേക്ക് ആഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ്സിലെ ജലത്തിലേക്ക് ആഴ്ത്തി വെച്ചിരിക്കുന്ന പെൻസിൽ എന്തായിട്ട് തോന്നും? വളഞ്ഞിരിക്കുന്നതായിട്ട് തോന്നും. അതെന്തുകൊണ്ടാണ്? അപവർത്തനം മൂലമാണ്. പിന്നെ എന്താണ്? നക്ഷത്രങ്ങൾ മിന്നുന്നത്. നക്ഷത്രങ്ങൾ നമ്മൾ നോക്കുമ്പോൾ മിന്നുന്നതായിട്ട് കാണാം. നമ്മൾ പറയും നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും തമ്മിൽ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും നക്ഷത്രങ്ങൾ ബ്ലിങ്ക് ചെയ്യും, മിന്നും. ഗ്രഹങ്ങൾ മിന്നില്ല. കാരണം എന്താ? നക്ഷത്രങ്ങളുടെ പ്രകാശം വരുന്നത് വളരെ അകലെ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നക്ഷത്രങ്ങളിലെ ലൈറ്റിന് അപവർത്തനം വൻതോതിൽ നടക്കുകയും അതിങ്ങനെ മിന്നുന്നതായിട്ട് തോന്നുകയും ചെയ്യും. അതുപോലെ തന്നെ സൂര്യാസ്തമയത്തിന് ശേഷവും കുറച്ച് സമയം സൂര്യനെ കാണാൻ കഴിയുന്നത് എന്തുമൂലമാണ്? അപവർത്തനം മൂലമാണ്. അതുപോലെ നദിയുടെ അടിത്തട്ടിൽ നിൽക്കുന്ന മീൻ അല്പം പൊങ്ങി നിൽക്കുന്നതായി കാണുന്നത് അപവർത്തനം മൂലമാണ്. ഇതൊക്കെയാണ് അപവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, എന്ത് ചെയ്യുന്നു? പാത്ത് അല്ലെ, ഒരു മാധ്യമത്തിൽ നിന്ന് അടുത്ത മാധ്യമത്തിലേക്ക് പോകുമ്പോൾ ലൈറ്റിന്റെ പാത്തിന് ഡീവിയേഷൻ സംഭവിക്കുന്നു അല്ലെ. അങ്ങനെ ഡീവിയേഷൻ സംഭവിച്ച് ഒരു പ്രത്യേക ആംഗിളിൽ വീഴുമ്പോ ഈ പ്രതലത്തിലൂടെ തന്നെ പോകും പ്രകാശം. നോക്കിക്കേ, ഇങ്ങനെ നമ്മൾ പറഞ്ഞത് എയറിലൂടെ വന്നു വാട്ടറിലേക്ക് കടന്ന് ഇങ്ങനെ വളഞ്ഞു വീഴുമെന്നാ പറഞ്ഞത്. എന്നാൽ അത് ഒരു പ്രത്യേക ആംഗിളിലാണ് ലൈറ്റ് വീഴുന്നതെങ്കിൽ അത് അങ്ങനെ പോവില്ല. പകരം എന്താ, ഈ പ്രതലത്തിലൂടെ തന്നെ ലൈറ്റ് ട്രാവൽ ചെയ്യും. ആ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്രിട്ടിക്കൽ ആംഗിൾ. എന്തെന്നാ വിളിക്കുക? ക്രിട്ടിക്കൽ ആംഗിൾ എന്നാണ് അതിനെ വിളിക്കുക. ഈ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടിയ ആംഗിളിലാണ് വീഴുന്നതെങ്കിൽ ഈ പ്രകാശരശ്മി പ്രതലത്തിലൂടെയല്ല, അതേ മാധ്യമത്തിലേക്ക് തന്നെ മുഴുവനായി പ്രതിഫലിക്കും. കിട്ടി? ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതൽ ആംഗിളിലാണ് പ്രകാശരശ്മി വീഴുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഒരു മാധ്യമത്തിൽ നിന്ന് അടുത്ത മാധ്യമത്തിലേക്ക് വീഴുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നു? ആ പ്രകാശരശ്മി മുഴുവനായി പൂർണ്ണമായി അതേ മാധ്യമത്തിലേക്ക് തന്നെ പ്രതിഫലിക്കുന്നു. എയർ ആണ്, എയറിലേക്ക് തന്നെ പ്രതിഫലിച്ചു. വാട്ടറിലേക്ക് പോയോ? ഇല്ല. ഇതിനെ വിളിക്കുന്ന പേരാണ് പൂർണ്ണ ആന്തരിക പ്രതിഫലനം അഥവാ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ചുരുക്കി പറഞ്ഞാൽ പ്രകാശരശ്മി, രണ്ട് മാധ്യമങ്ങളുണ്ട്. പ്രകാശരശ്മി എന്ത് ചെയ്യുന്നു? ഒരു മാധ്യമത്തിലേക്ക് തന്നെ പൂർണ്ണമായി പ്രതിഫലിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? പൂർണ്ണാന്തരിക പ്രതിഫലനം എന്ന് പറയുന്നത്. അവിടെ അങ്ങനെ പ്രതിഫലിക്കുമെങ്കിലുള്ള കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇൻസിഡന്റ് റേ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടിയ ആംഗിളിലായിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? പൂർണ്ണാന്തരിക പ്രതിഫലനം അഥവാ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുകയുള്ളൂ. ഓർത്തിരിക്കുക, പൂർണ്ണാന്തരിക പ്രതിഫലനവും പൂർണ്ണാന്തരിക പ്രതിഫലനവും തമ്മിലുള്ള വ്യത്യാസം എന്താ? പ്രതിഫലനം എന്ന് പറയുന്ന ഒരു മിനുസമേറിയ പ്രതലം, കണ്ണാടി പോലുള്ള പ്രതലം, ഇല്ല ടൈല് പോലുള്ള പ്രതലം, അതാണ്. പക്ഷെ ഇവിടെ അതാണോ? അല്ല. മറിച്ച് എന്താണ്? ഇവിടെ രണ്ട് മാധ്യമങ്ങളാണ്. നോക്കിയേ, എയറിൽ നിന്ന് വാട്ടറിലേക്ക് കടക്കാൻ വരികയായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതൽ ആംഗിൾ വീണു. അതുകൊണ്ട് തിരിച്ച് എവിടേക്ക് തന്നെ പോയി? എയറിലേക്ക് തന്നെ പോയി. ഇതാണ് പ്രതിഫലനവും എന്തും തമ്മിലുള്ള, പൂർണ്ണാന്തരിക പ്രതിഫലനവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇതിന്റെ ആപ്ലിക്കേഷൻ എന്താ? പൂർണ്ണാന്തരിക പ്രതിഫലനത്തിന്റെ ആപ്ലിക്കേഷൻസ് എന്താണ്? ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ കണ്ടിട്ടില്ലേ? ഒപ്റ്റിക്കൽ ഫൈബർ, ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ കുഴല്, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്ന് നമ്മൾ പറയുന്ന ചെറിയ ചെറിയ നേർത്ത കുഴലുകൾ
കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത്, എൻഡോസ്കോപ്പിക്ക് ഉപയോഗിക്കുന്നത്, ആന്തരിക സർജറിക്കൊക്കെ ഉപയോഗിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. ഇത് ഗ്ലാസ് കൊണ്ടുള്ള ഒരു കുഴലാണ്, നിങ്ങൾ ഓർക്കുക, അതാ ഗ്ലാസ് അല്ലെ. ഇവിടെ എയർ ആണ്, പുറത്ത് എയർ ആണ്. എയറിൽ നിന്ന് ലൈറ്റ് റേ വരികയാണ്, വന്ന് വീഴുന്നത് എന്തായിരിക്കും എന്നറിയാവോ? ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടിയ ആംഗിളിലായിരിക്കും. അതുകൊണ്ട് ഇവിടെ വന്ന് തട്ടുന്ന പ്രകാശരശ്മി എന്ത് ചെയ്യത്തില്ല. ഗ്ലാസ് ആണെങ്കിൽ നമുക്കറിയാം സുതാര്യമാണ്, ഇതിലെ വഴി പോകണം. സുതാര്യമായ ഗ്ലാസ് ആണ്, ഇതിലെ വഴി പോകണം. ഇതിലെ വഴി പോകുമോ? പോകത്തില്ല. കാരണം എന്താ? ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടിയ ആംഗിളിലാണ് വീഴുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും? ആ മാധ്യമത്തിലേക്ക് തന്നെ പൂർണ്ണമായി പ്രതിഫലിക്കും. ആ വന്ന് വീഴുന്നതും ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടിയ ആംഗിളിലാ. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് നടക്കും? ഇവിടെ പൂർണ്ണാന്തരിക പ്രതിഫലനം നടന്ന് പുറത്തേക്ക് വരും. കിട്ടി? അപ്പൊ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ പ്രവർത്തിക്കുന്നതിന് പിന്നിലെ തത്വം എന്താണ്? പൂർണ്ണാന്തരിക പ്രതിഫലനം. ബ്രില്യൻസി ഓഫ് ഡയമണ്ട്. എന്തിന്റെ? ഡയമണ്ടുകളുടെ തിളക്കത്തിന് കാരണം. ഇങ്ങനെയല്ലേ ആകൃതി? ഇത് എന്താണ്? ഇവിടെ നടക്കുന്ന എന്താന്ന് പറയാ? പൂർണ്ണാന്തരിക പ്രതിഫലനമാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് എന്തോരം സമയം ഇതിനകത്ത് ഈ ലൈറ്റിനെ പിടിച്ചു നിർത്താൻ കഴിയും എന്നുള്ള രീതിക്കാണ് ഈ ഡയമണ്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ അത്രയും പൂർണ്ണാന്തരിക പ്രതിഫലനങ്ങളുടെ എണ്ണം കൂടും. എന്ന് വെച്ചാൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ എണ്ണം കൂടും. അതുകൊണ്ട് എന്താ ഗുണം? അത് ആ ഡയമണ്ടിന് നന്നായി പ്രകാശിക്കാൻ കഴിയും, തിളങ്ങാൻ കഴിയും. അതാണ് ബ്രില്യൻസി ഓഫ് ഡയമണ്ട്. അപ്പോൾ വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ പ്രവർത്തന തത്വം, ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിച്ചിട്ടുള്ള എൻഡോസ്കോപ്പിക് സ്കാനിങ്, ഇതിനൊക്കെ സഹായിക്കുന്ന പ്രകാശത്തിന്റെ പ്രതിഭാസമാണ് പൂർണ്ണാന്തരിക പ്രതിഫലനം. ഓർത്തിരിക്കുക, ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതൽ പതനകോണ് വേണം. ഇതാ അടുത്തത് വിസരണം. ഇമ്പോർട്ടന്റ്. ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പ്രകാശത്തിന്റെ പ്രതിഭാസം എന്താണ്? വിസരണം. എന്താ വിസരണം? നമുക്കറിയാം, ഭൂമിയിലേക്ക് വരുന്നു. ഇത് ഭൂമിയാണെന്നിരിക്കുക. ഭൂമിക്ക് എന്തുണ്ട്? അന്തരീക്ഷം ഉണ്ടെന്ന് നമുക്കറിയാം. അന്തരീക്ഷത്തിൽ നീരാവിയുണ്ട്, പൊടിപടലങ്ങളുണ്ട്, അങ്ങനെ ധാരാളം പാർട്ടികൾ ഉണ്ടെന്നറിയാം അല്ലെ. അങ്ങനെ സൂര്യനിൽ നിന്ന് വരുന്ന ലൈറ്റ് എന്ത് സംഭവിക്കുന്നു? ഈ അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളിലൊക്കെ തട്ടി ഭാഗികമായി പ്രതിഫലിക്കുന്നു. എന്ത് ചെയ്യുന്നു? ഭാഗികമായി പ്രതിഫലിക്കുന്നു. ഇതാണ് എന്ത്? വിസരണം. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളിൽ തട്ടിയുള്ള പ്രകാശരശ്മിയുടെ ഭാഗിക പ്രതിഫലനത്തെ എന്തെന്ന് വിളിക്കുന്നു? വിസരണം എന്ന് വിളിക്കുന്നു. എന്തെന്ന് വിളിക്കുന്നു? വിസരണം അഥവാ സ്കാറ്ററിംഗ് എന്ന് വിളിക്കുന്നു. വിസരണം ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് തരംഗ ദൈർഘ്യം കുറഞ്ഞ വർണ്ണങ്ങൾക്കായിരിക്കും. നമുക്കറിയാം, വിബ്ജ്യൂർ അല്ലെ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ അല്ലെ. ഏറ്റവും തരംഗദൈർഘ്യത്തെ സൂചിപ്പിക്കുന്ന സൈനാണ് ഇത്. ഇതിനെ വിളിക്കുക ലാംഡ എന്നാണ്. ഇപ്പൊ തരംഗദൈർഘ്യം ഏറ്റവും കുറവ് ആർക്കാണ്? വയലറ്റിനാണെന്ന് പഠിച്ചു. കൂടുതൽ ആർക്കാന്ന് പറഞ്ഞു? റെഡിനാണെന്ന് പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സുകളിൽ അല്ലെ. അപ്പൊ നോക്കിയത് വയലറ്റിന് കുറവാണ്, ഇതിനേക്കാൾ കുറച്ചുകൂടി കൂടുതലേ ഉള്ളൂ ആർക്ക്? ഇൻഡിഗോ, ബ്ലൂ. ഇവന്മാർക്ക് 3 പേർക്കുമാണ് ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇവന്മാര് 3 പേരും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് നമ്മൾ ആകാശത്തിന് കാണുന്നത്. അപ്പൊ ആകാശത്തിന്റെ നീല നിറത്തിന് കാരണം വിസരണം അഥവാ സ്കാറ്ററിംഗ്. വിസരണം അഥവാ സ്കാറ്ററിംഗ്. അതുപോലെ സമുദ്രജലത്തിന്റെ നീല നിറത്തിനു കാരണം അതും എന്താണ്? വിസരണമാണ്. അതുപോലെ സൂര്യോദയ സമയത്തും സൂര്യാസ്തമയ സമയത്തും പ്രകാശരശ്മിക്ക് ഭൂമിയിലേക്ക് എത്താൻ കൂടുതൽ ദൂരം സഞ്ചരിക്കണം. അങ്ങനെ സഞ്ചരിച്ചു വരുമ്പോൾ സ്കാറ്ററിംഗിലൂടെ ബാക്കി എല്ലാ നിറങ്ങളും നഷ്ടപ്പെടും. വേവ് ലെങ്ത് ഏറ്റവും കൂടിയ, തരംഗദൈർഘ്യം ഏറ്റവും കൂടിയ റെഡ് മാത്രം നമ്മുടെ കണ്ണിലേക്ക് എത്തുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ കാണുന്ന സൂര്യോദയത്തിനു മുമ്പും അല്ലെങ്കിൽ സൂര്യോദയ സമയത്തും സൂര്യാസ്തമന സമയത്തും മേഘങ്ങൾ അല്ലെങ്കിൽ ആകാശം അല്ലെങ്കിൽ ചുമന്നിരിക്കുവാനുള്ള കാരണം വിസരണമാണ്. അപ്പൊ എന്തൊക്കെയാ വിസരണം? ആകാശത്തിന്റെ നീല നിറം, പിന്നെ സമുദ്രത്തിന്റെ നീല നിറം, സൂര്യാസ്തമയ സമയത്തും ഉദയ സമയത്തും മേഘങ്ങൾ ചുമന്നിരിക്കുന്നതിന് കാരണം, ചന്ദ്രനിലെ ആകാശം കറുപ്പ് നിറത്തിൽ കാണുന്നതിന് കാരണം, എന്താണ്? അതെല്ലാം വിസരണമാണ്. ഓക്കെ, കിട്ടിയോ? ഇനി 2 ചോദ്യങ്ങൾ അവിടെ നിന്ന്. ഏതാണ്? ഞാൻ പറഞ്ഞു ഇന്ത്യക്കാരുടെ പ്രത്യേകത പറഞ്ഞു ഇല്ലേ? സമുദ്രത്തിന്റെ നീല നിറം വിശദീകരിച്ചത്, അല്ലെങ്കിൽ സമുദ്രത്തിന്റെ നീല നിറത്തിന് പിന്നിലെ പ്രകാശത്തിന്റെ പ്രതിഭാസം വിശദീകരിച്ച ശാസ്ത്രജ്ഞനാണ് CV രാമൻ. അദ്ദേഹം അത് വിശദീകരിക്കുന്നത് 1928 ഫെബ്രുവരി 28-നാണ്. ഫെബ്രുവരി 28-നാണ് അദ്ദേഹം അത് എന്ത് ചെയ്തത്? വിശദീകരിച്ചത്. അത് വിശദീകരിച്ച
ദിവസം ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നു. ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നു. പിടികിട്ടിയോ? 1928. ഇത് തെളിയിച്ചതിന് എന്ത്? സമുദ്രത്തിലെ നിറത്തിന് നീല നിറം വരുന്നത് ഈ പ്രതിഭാസമാണ്, വിസരണമാണെന്ന് തെളിയിച്ചതിന് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയത് 1930. കിട്ടിയല്ലോ. അപ്പൊ എന്താണ്? നോക്കിക്കേ, ആദ്യത്തെ ഭൗതിക ശാസ്ത്രജ്ഞൻ. എങ്ങനെ? ആദ്യത്തെ ഇന്ത്യക്കാരനായ ഭൗതിക ശാസ്ത്രജ്ഞൻ. എന്തിന്? ഫിസിക്സിന് നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ആര്? CV രാമൻ. ഫിസിക്സിന് നോബൽ പ്രൈസ് നേടിയ ആദ്യ ശാസ്ത്രജ്ഞൻ ചോദിച്ചാൽ ആരാണ്? ആദ്യ നോബൽ പ്രൈസ് ജേതാവ് ഓർത്താ മതി. ആരാണ്? എക്സ്റേ കണ്ടുപിടിച്ച വില്യം റോഞ്ചൻ ആണ് ആദ്യമായി നോബൽ പ്രൈസ് കിട്ടുന്നതും ആദ്യമായി ഭൗതിക ശാസ്ത്രത്തിന് നോബൽ പ്രൈസ് കിട്ടിയതും വില്യം റോഞ്ചൻ. ആദ്യമായി ഭൗതിക ശാസ്ത്രത്തിന് നോബൽ പ്രൈസ് നേടി ഇന്ത്യക്കാരൻ ചോദിച്ചാൽ CV രാമൻ. വർഷം ഓർത്തിരിക്കുക, 1928 ഫെബ്രുവരി 28 അദ്ദേഹം വിശദീകരിച്ചത്. അതുകൊണ്ട് ഫെബ്രുവരി 28 നമ്മൾ ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നു. ഇനി ആകാശത്തിന്റെ നീലനിറം വിശദീകരിച്ച ശാസ്ത്രജ്ഞനാണെങ്കിൽ ആരാണ്? ലോർഡ് എന്ന് വെച്ചാൽ പ്രഭു കേട്ടോ. ലോർഡ് റെയ്ലേ ആണ് എന്ത് വിശദീകരിച്ചത്? ആകാശത്തിന്റെ നീലനിറം വിശദീകരിച്ച്. അതും വിസരണമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? ലോർഡ് റെയ്ലേ. സമുദ്രത്തിന്റെ ആണെങ്കിൽ ഓർത്തിരിക്കുക, നമ്മുടെ CV രാമൻ. 28 ഓർത്തിരിക്കുക, ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ എന്ത് കഴിഞ്ഞു? വിസരണം. ഇനി എന്താണ്? പ്രകീർണനം അഥവാ ഡിസ്പേർഷൻ. പ്രകീർണനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന എന്താ? മഴവില്ല് അല്ലെ? എന്താ പ്രകീർണനം? പ്രകാശം ഘടകവർണ്ണങ്ങളായി പിരിയുന്നത്. പ്രകാശം ഘടകവർണ്ണങ്ങളായി പിരിയുന്നത് ആരാ കണ്ടുപിടിച്ചത്? പ്രകാശം ഘടകവർണ്ണങ്ങളായിട്ട് പിരിയുന്നു എന്ന് കണ്ടുപിടിച്ചാൽ പ്രിസം എക്സ്പെരിമെന്റ് 7 നിറം ആരാണ്? ഐസക് ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ പ്രകാശം ഘടകവർണ്ണമായി പിരിയുന്ന ഫിനോമിനയെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിസ്പേർഷൻ അഥവാ പ്രകീർണനം അല്ലെ? അതുകൊണ്ട് നമ്മൾ പ്രകീർണം എന്ന് കേൾക്കുമ്പോ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? മഴവില്ല് ഉണ്ടോ? പ്രകാശം ഘടകവർണ്ണങ്ങളായിട്ട് പിരിയുന്നതാണ് അല്ലെ? മഴവില്ലിൽ 7 ഘടകവർണ്ണങ്ങളുണ്ട്. അപ്പോ മഴവില്ലിന്റെ പിന്നിലെ പ്രകാശ തത്വം ഏതാണെന്ന് ചോദിച്ചാൽ പ്രകീർണനമാണ്, ഡിസ്പേർഷൻ ആണ്. എന്നാൽ പ്രകീർണനം മാത്രം അല്ല, പ്രകീർണനം സംഭവിക്കാനായിട്ട് അതിനു മുമ്പ് 2 കാര്യങ്ങൾ കൂടി സംഭവിക്കുന്നുണ്ട്. ഞാനൊന്ന് പറയാം. ഇതൊരു മഴത്തുള്ളിയാണെന്ന് വിചാരിക്കുക അല്ലെ? നിങ്ങൾ വിചാരിക്കുക. ഇവിടെ എന്താണ്? എയർ ആണ്. ഇത് മഴത്തുള്ളി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വാട്ടർ ആണ്. സൂര്യൻ ഇവിടെയാണ്. കിട്ടി? സൂര്യനിൽ നിന്ന് ആര് വരുന്നു? പ്രകാശരശ്മി വരുന്നു. എയറിലൂടെ കടർന്ന് പ്രകാശരശ്മി എവിടെ എത്തി? വാട്ടറിന്റെ സർഫസിലെത്തി. എന്ത് സംഭവിക്കും? എയർ വാട്ടർ ഡെൻസിറ്റി വ്യത്യാസമാണ്. എന്ത് സംഭവിക്കും? സഞ്ചരിക്കുന്ന പാത്തിന് എന്ത് സംഭവിക്കും? ഡീവിയേഷൻ സംഭവിക്കും. അതിനെയാണ് എന്തെന്ന് വിളിച്ചത്? അപവർത്തനം. അപ്പൊ അപവർത്തനം സംഭവിച്ചത് ഇവിടെ വീണു, കുറച്ചു വളഞ്ഞ് ഇവിടെ വീണു ഉണ്ടോ? പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഈ അപവർത്തനം സംഭവിച്ചപ്പോൾ പ്രകാശരശ്മി ഇവിടെ വന്ന് പതിച്ചത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതൽ ആംഗിളില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. പൂർണ്ണാന്തരിക പ്രതിഫലനം സംഭവിച്ചു. കിട്ടി? പൂർണ്ണാന്തരിക പ്രതിഫലനം സംഭവിച്ച് ഇവിടെ വന്നു അല്ലെ? ഇവിടെ വന്നിട്ട് എന്ത് സംഭവിച്ചു? വീണ്ടും പുറത്തേക്ക് കിടക്കുമ്പോൾ ഇവിടെ വെച്ച് എന്ത് സംഭവിക്കും? വീണ്ടും വളയും. എന്ത് സംഭവിക്കും? ഇവിടെയും അപവർത്തനം സംഭവിക്കും. അപ്പോൾ നോക്കിക്കേ, എത്ര അപവർത്തനം? 2 അപവർത്തനവും പിന്നെ എന്താ? ഇവിടെ എന്താ? ഒരു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, പൂർണ്ണാന്തരിക പ്രതിഫലനവും. ഇവിടെ വെച്ചിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? പ്രകീർണനം അഥവാ ഡിസ്പേർഷൻ സംഭവിക്കുന്നത്.
ഇത്രയും ചേർന്നതാണ് മഴവില്ലിന് പിന്നിലെ പ്രകാശ തത്വങ്ങൾ. നോക്കിക്കേ, 2 തവണ എന്ത് എന്ത് റിഫ്രാക്ഷൻ, അപവർത്തനം, 1 തവണ പൂർണ്ണാന്തരിക പ്രതിഫലനം കിട്ടി, പിന്നെ ഒരു ഡിസ്പേർഷൻ. ഇത്രയും ചേർന്നതാണ് എന്ത് മഴവില്ല് രൂപീകരിക്കുന്നത്. അങ്ങനെ നോക്കിക്കേ, ഇവിടെ നിന്നിട്ടാണ് നമ്മൾ മഴവില്ല് കാണുന്നത്. നമ്മൾ ഇവിടെ നിന്നിട്ടാണ് എന്ത് കാണുന്നത്, മഴവില്ല് കാണുന്നത്. അപ്പൊ നമ്മൾ കാണുന്ന മഴവില്ല് ഇത് ഇവിടെ ആയിരിക്കും. ഇവിടെയാണെന്ന് പറഞ്ഞാൽ ആർക്ക് ഓപ്പോസിറ്റിൽ? സൂര്യൻ എവിടെയാണോ ആ സൂര്യനെ എതിർദിശയിലായിരിക്കും മഴവില്ലിനെ നമ്മൾ കാണുന്നത്. കിട്ടി? മഴവില്ലിന്റെ ഏറ്റവും പുറത്ത് കാണപ്പെടുന്ന നിറം റെഡ് ആണ്. ഏറ്റവും ഉള്ളിൽ കാണപ്പെടുന്ന നിറം വയലറ്റ് ആണ്. മഴവില്ലിന്റെ ഏറ്റവും പുറത്ത് കാണുന്ന നിറം റെഡ് ആണ്. ഏറ്റവും ഉള്ളിൽ കാണുന്ന നിറം വയലറ്റ് ആണ്. അപ്പൊ മഴവില്ല് എപ്പോഴും നമുക്ക് ദൃശ്യമാകുന്നത് സൂര്യന്റെ എതിർദിശയിലായിരിക്കും. ഭൂമിയിൽ നിന്ന് നോക്കുന്ന നമുക്ക് കാണുന്നത് മഴവില്ല് ഒരു അർദ്ധവൃത്താകൃതിയിൽ, അർദ്ധവൃത്താകൃതിയിലാണ് നമുക്ക് മഴവില്ല് ദൃശ്യമാകുന്നത്. അപ്പൊ പറഞ്ഞു മഴവില്ല് സൂര്യന്റെ എതിർദിശയിലാണെന്ന് പറഞ്ഞു. ഏറ്റവും ബാഹ്യമായ നിറം റെഡ് ആണ്. ഏറ്റവും ആന്തരിക നിറം അല്ലെങ്കിൽ ഏറ്റവും പുറമേ ഉള്ള നിറം ചുവപ്പും ഏറ്റവും ഉള്ളിൽ ഉള്ള നിറം എന്ന് പറയുന്നത് വയലറ്റുമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ ആംഗിള്, നമ്മള് വയലറ്റ് നിറം കാണുന്ന എന്താണെന്നറിയോ? ഈ ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എത്ര ആംഗിളിലാണ് റെഡ് കാണുന്നത് എന്നാണ്. ഇതാണ് ഈ ആംഗിൾ ആണ് പറയുന്നത്. റെഡ് കാണുന്ന ആംഗിൾ ഏതാണ്? വയലറ്റ്. ഇതാണ് വയലറ്റ് എന്ന് വിചാരിക്കും. വയലറ്റ് കാണുന്ന ആംഗിൾ എത്രയാണെന്നാണ് പറയുന്നത്. വയലറ്റ് കാണുന്ന ആംഗിൾ 40.8 ഡിഗ്രിയും 40.8 ഡിഗ്രിയും റെഡ് കാണുന്ന ആംഗിള് 42.8 ഡിഗ്രിയുമായിരിക്കും. ഓക്കെ, നമ്മൾ ഭൂമിയിൽ നിന്ന് മഴവില്ലിനെ കാണുമ്പോൾ, നമ്മൾ ഭൂമിയിൽ നിന്ന് മഴവില്ല് നോക്കുമ്പോൾ ആ മഴവില്ലിലെ റെഡ് നിറത്തെ നമ്മൾ കാണുന്ന ആംഗിളും വയലറ്റ് നിറത്തെ നമ്മൾ കാണുന്ന ആംഗിളും തമ്മിൽ 2 ഡിഗ്രിയുടെ വ്യത്യാസമേ ഉള്ളൂ. 40.8 ഡിഗ്രി ആണെങ്കിൽ വയലറ്റ്, 42.8 ഡിഗ്രി ആണെങ്കിൽ റെഡ്. തിരിച്ചു മറിച്ചും ഒക്കെ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് പ്രകീർണനം എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, അടുത്തത് വിഭങ്കനവും ഇന്റർഫെറൻസും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും ഒക്കെ നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് വീഡിയോയിൽ ചെയ്തതാണ്. എങ്കിലും ഇതിന്റെ കൂടെ അതും കൂടി പരാമർശിച്ചു പോവുകയാണ്. നോക്കുക, ഡിഫ്രാക്ഷൻ അഥവാ വിഭങ്കനം എന്താണെന്ന് ചോദിച്ചാൽ സൂക്ഷ്മങ്ങളായ അദാര്യ വസ്തുക്കളെ എന്ത് ചെയ്യുന്നു? പ്രകാശത്തിന് വളഞ്ഞ് സഞ്ചരിക്കുവാനുള്ള കഴിവുണ്ട്. ഓക്കെ, ഇതാണ് വിഭങ്കനം അഥവാ എന്ത് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് തെളിയിച്ച ശാസ്ത്രജ്ഞൻ അഗസ്റ്റസ് ജീൻ ഫ്രണൽ. ഓർത്തിരിക്കുക. ഇതിന്റെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നിഴലിന്റെ അറ്റം ക്രമരഹിതമാകുന്നു, സൂര്യന് ചുറ്റും വലയങ്ങൾ കാണുന്നു, CD ഡിസ്കിലെ വർണ്ണരാജി അല്ലെങ്കിൽ CD ഡിസ്കിൽ കാണുന്ന കടുത്തതും എന്താ പറയുക ഇളവും നിറത്തിലുള്ള നിറങ്ങൾ വരാനുള്ള കാരണം എന്ന് പറയുന്നതും എന്താണ്? ഡിഫ്രാക്ഷൻ ആണ്. തെറ്റിക്കരുത്, ഇന്റർഫറൻസ് എഴുതരുത്. CD അവിടെ D ഉണ്ട്, അതുകൊണ്ട് ഓർത്തിരിക്കുക ഡിഫ്രാക്ഷൻ. കേട്ടോ, ഡിഫ്രാക്ഷൻ. ഇതാണ് മിക്കവർക്കും തിരിഞ്ഞു പോകുന്നത്. CD യിലെ വർണ്ണരാജി എന്ന് ചോദിച്ചാൽ ഇന്റർഫറൻസ് കൊണ്ട് എഴുതും അല്ല. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്? വിഭങ്കനം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വ്യതികരണം അഥവാ ഇന്റർഫെറൻസ്. എന്താ വ്യതികരണം എന്ന് ചോദിച്ചാൽ ഒരു കൊഹിറന്റ് സോഴ്സിൽ നിന്ന് വരുന്ന ഒരേ വേവ് ലെങ്ത്, ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡ് ഇവയുള്ള 2 വേവ്സ് ഒന്നാകുകയും അപ്പോൾ ആ വേവ്സിനുണ്ടാകുന്ന അസ്വസ്ഥതയും അതിന്റെ എന്ത് ചെയ്യും വേവ് ലെങ്തുകളൊക്കെ ഇരട്ടിക്കും. അങ്ങനെ ഉണ്ടാകുന്ന അസ്വസ്ഥതയാണ് എന്തെന്ന് പറയുന്നത്? വ്യതികരണം എന്ന് പറയുന്നത്. ഇത് തെളിയിച്ചത് തോമസ് യങ് ആണ്.
ഓക്കെ, അതിന്റെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്നാണ് യങ്ങിന്റെ എക്സ്പെരിമെന്റിനെ പറയുക. ഇതിന്റെ ഡെഫിനിഷൻ അല്ല, ഇതിന്റെ ആപ്ലിക്കേഷൻ ആണ് പഠിച്ചിരിക്കേണ്ടത്, ഇതിന്റെ ഉദാഹരണമാണ് പഠിച്ചിരിക്കേണ്ട. വിധികരണം എന്താണ്? സോപ്പ് കുമിളയിലെ വർണ്ണരാജി, സോപ്പ് കുമിള, അതുപോലെ തന്നെ എണ്ണപ്പാട, ഇവയിൽ കാണപ്പെടുന്ന വർണ്ണരാജിക്ക് കാരണം, അതാണ് സി ഡിയിലെ വർണ്ണരാജിയുമായിട്ട് തെറ്റിക്കരുതെന്ന് പറഞ്ഞത്, ഇന്റർഫറൻസ് അഥവാ വ്യതികരണമാണ്. അടുത്തത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് മലയാളം എന്താ മലയാളം? പ്രകാശ വൈദ്യുത പ്രഭാവം. കണ്ടെത്തിയത് ഹെൻറിച്ച് ഹെഡ്സ്. അത് വിശദീകരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഓക്കെ, കണ്ടെത്തിയത് ഹെഡ്സ്, വിശദീകരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ കേട്ടോ. ഇനി എന്താണ് ഇതിന്റെ ആപ്ലിക്കേഷൻ? എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് ചോദിച്ചാൽ, സോഡിയവും പൊട്ടാസ്യവും പോലെയുള്ള മൃദുലോഹങ്ങളിലേക്ക് ലൈറ്റ് വന്ന് വീഴുമ്പോൾ ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യുന്നു, ഇലക്ട്രോണിനെ പുറത്തു വിടുന്നു, ഇലക്ട്രോണിനെ ഉത്സർജിക്കുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. നോക്കിയേ, ലൈറ്റ് വീഴുമ്പോൾ കറണ്ട് ഉണ്ടാകുന്നു, ലൈറ്റ് വന്ന് വീഴുമ്പോൾ കറണ്ട് ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ഒരു സാധനം നിങ്ങൾക്ക് അറിയാവോ? എന്തുവാണത്? സോളാർ പാനൽ. അപ്പൊ സോളാർ പാനലിന്റെ പ്രവർത്തന തത്വം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. അത് കണ്ടെത്തിയത് ഹെഡ്സ് ആണ്, അതിനെ വിശദീകരിച്ചത് ഐൻസ്റ്റീൻ ആണ്. കിട്ടി. ഐൻസ്റ്റീന് നോബൽ പ്രൈസ് കിട്ടിയത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വിശദീകരിച്ചതിനാണ്. ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വിശദീകരിച്ചത് 1905 അതിന്റെ 100 വർഷം കഴിഞ്ഞപ്പോൾ 2005 എന്തായിട്ട് ഇന്റർനാഷണൽ ഇയർ ഓഫ് ഫിസിക്സ് ആയിട്ട് നമ്മൾ ആചരിച്ചു. ഓക്കെ, ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് പ്രകാശത്തിന്റെ PSC പരീക്ഷയ്ക്ക് നിരന്തരം ചോദിക്കുന്ന പ്രതിഭാസങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾ അതിന്റെ ഇംഗ്ലീഷ് പേരും അതിന്റെ സയന്റിഫിക് ടേമും അതിന്റെ മലയാളം ടേമും നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോ നമ്മള് എന്ത് കഴിഞ്ഞു? പ്രകാശത്തിന്റെ പ്രതിഭാസങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ലെൻസും മിററും വിശദമായിട്ട് പഠിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും താങ്ക് യു.